പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജൂൺ മാസം 30-ന് ശേഷം മുൻഗണനാ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടിയാണ് വരാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ആരൊക്കെയാണ് ഇത്തരത്തിൽ അനർഹമായി കടന്നുകൂടിയതെന്നും നമുക്ക് നോക്കാം. ഇനി അങ്ങനെ നിങ്ങളുടെ അടുത്ത് തെറ്റായിട്ട് കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് തിരിച്ചേൽപ്പിക്കാമെന്നും നമുക്ക് നോക്കാവുന്നതാണ്. അതായത് മുൻഗണനാ കാർഡുകളായ പിങ്ക് കാർഡ്, മഞ്ഞ കാർഡ് അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവർക്ക് പിഴ കൂടാതെ ശിക്ഷാ നടപടികൾ ഒഴിവാക്കിയും പൊതുഭാഗത്തിലേക്ക് മാറ്റാൻ ഒരവസരം നൽകിയിട്ടുണ്ട്. ജൂൺ 30 വരെയാണ് അവസാന തീയതി. ഇനി നേരിട്ടോ അല്ലെങ്കിൽ ഇമെയിലിലൂടെയോ സപ്ലൈ ഓഫീസുകളിൽ അപേക്ഷ നൽകാം. താലൂക്ക് സപ്ലൈ ഓഫീസർ, റേഷനിംഗ് ഇൻസ്പെക്ടർ എന്നിവരുടെ ഓഫീസ് ഔദ്യോഗിക മൊബൈൽ നമ്പറിൽ അറിയിക്കാം. ഇങ്ങനെയാണ് നമ്മൾ റേഷൻ കാർഡ് അനർഹമായി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു നൽകേണ്ടത്. ഇനി അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെക്കുന്നവർക്കെതിരെയുള്ള ശിക്ഷാ നടപടി എന്താണെന്ന് നമുക്ക് നോക്കാം. വാങ്ങിയ സാധനങ്ങളുടെ വിപണി വില പിഴയായി ഈടാക്കും. റേഷൻ കാർഡ് റദ്ദാക്കും. ഉദ്യോഗസ്ഥരെങ്കിൽ വകുപ്പ് തല നടപടിയും എടുക്കും. ക്രിമിനൽ കുറ്റം ചുമത്തും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വാങ്ങിയ സാധനങ്ങളുടെ വിപണി വില പിഴയായി ഈടാക്കും, റേഷൻ കാർഡ് റദ്ദാക്കും, ഉദ്യോഗസ്ഥരെങ്കിൽ വകുപ്പ് തല നടപടി എടുക്കും, ക്രിമിനൽ കുറ്റവും ചുമത്തും. ഇനി ആരൊക്കെയാണ് അനർഹമായി കടന്നുകൂടിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. സർക്കാർ ഉദ്യോഗസ്ഥർ, അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ, പൊതുമേഖല സഹകരണ ഉദ്യോഗസ്ഥരോ അതേപോലെ തന്നെ പെൻഷനറോ ആണെങ്കിൽ, ആദായ നികുതി അടയ്ക്കുന്നവരോ ആണെങ്കിൽ അനർഹരാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രതിമാസം 25,000 രൂപയിലധികം വരുമാനം, 1000 ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള വീട്, 1 ഏക്കറിലധികം ഭൂമി, ഏക ഉപജീവന മാർഗമല്ലാത്ത 4 ചക്ര വാഹനം എന്നിവ ഉണ്ടെങ്കിൽ നിങ്ങൾ അനർഹരാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മുൻഗണനാ കാർഡുകൾക്ക് AAY അതേപോലെ തന്നെ PHH കാർഡുകൾക്ക് ഇത്തരത്തിലുള്ളവർക്ക് അർഹതയില്ല. അത്തരക്കാർ കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. അതായത് ജൂൺ 30-ന് ശേഷം. ഒന്നുകൂടി പറയാം, സർക്കാർ ജോലിക്കാർ, അർദ്ധ സർക്കാർ ജോലിക്കാർ, പൊതുമേഖല സഹകരണ മേഖല ഉദ്യോഗസ്ഥർ, പെൻഷനർ, ആദായ നികുതി അടയ്ക്കുന്നവർ, നിങ്ങൾക്ക് പ്രതിമാസം 25,000 രൂപയിലധികം വരുമാനമുണ്ടെങ്കിൽ, അതേപോലെ തന്നെ 1000 ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള വീട്, 1 ഏക്കറിലധികം ഭൂമി, ഏക ഉപജീവന മാർഗമല്ലാത്ത 4 ചക്ര വാഹനം ഇവയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മുൻഗണനാ കാർഡുകൾക്ക് അർഹരല്ല. ഇത് തീർച്ചയായും ജൂൺ 30-ന് മുമ്പ് തിരിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ കടുത്ത നടപടികളായിരിക്കും നേരിടേണ്ടി വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കൂടി പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.